ഗൈസ് ഇന്നായിരുന്നു ഇന്ത്യയുടെ അണ്ടർ 17 ആൻഡ് അണ്ടർ 20 AFC ക്വാളിഫയേഴ്സിൻ്റെ ഒരു ഡ്രോ. ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് ഇന്ത്യ ക്വാളിഫിക്കേഷൻ സ്റ്റേജിൽ കളിക്കുക എന്നുള്ളത് തീരുമാനമായിരിക്കുന്നു. ഇത് ഒരു ഈസി ഗ്രൂപ്പാണോ അല്ലെങ്കിൽ ടഫ് ഗ്രൂപ്പാണോ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ആദ്യം ഏതായാലും അണ്ടർ 17 നിന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ആ ഒരു ഏജ് കാറ്റഗറിയിൽ ഇന്ത്യ പോർട്ട് 1 നിന്ന് ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് തായ്ലൻഡിനെയാണ്. പോർട്ട് 2 നിന്ന് ഇന്ത്യ വന്നിട്ടുള്ളത്. ബ്രൂണയാണ് പോർട്ട് 3 നിന്ന് വരുന്നത്. അതുപോലെ തുർക്കമെനിസ്ഥാനാണ് പോർട്ട് 4 നിന്ന് വരുന്നത് എന്നുള്ളതാണ്. ആദ്യം നമുക്ക് മറ്റു ടീമുകളെ പരിശോധിക്കുന്നതിന് മുമ്പ് ഇന്ത്യയെ പറ്റി തന്നെ പരിശോധിച്ച് തുടങ്ങാമെന്നുള്ളതാണ് തോന്നുന്നത്. ഇന്ത്യയുടെ ഏറ്റവും നല്ല ജൂനിയർ അല്ലെങ്കിൽ ഏജ് കാറ്റഗറി ഗ്രൂപ്പാണ് അണ്ടർ 17 എന്ന് പറയുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ അല്ലെങ്കിൽ 3 കോമ്പറ്റീഷൻസിൽ ഇന്ത്യ കളിച്ചിട്ടുള്ള ഒരേ ഒരു ഏജ് കാറ്റഗറി ടൂർണമെൻറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ അണ്ടർ 17 ഏഷ്യൻ കപ്പാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. 2018 നമ്മൾ ക്വാർട്ടർ ഫൈനൽസും കളിച്ചിരുന്നു. അന്ന് സൗത്ത് കൊറിയക്കെതിരെ തോറ്റാണ് ആ ഒരു ക്വാർട്ടർ ഫൈനൽസ് പുറത്തായത്. അന്ന് വിക്രം പ്രതാപിൻ്റെയൊക്കെ ആ ഒരു ബാച്ചായിരുന്നു. കുർക്കി റത്ത്, രോഹിത് ദാനും ഇല്ല, ഇവർ രണ്ടുപേരൊക്കെ ഉണ്ടായിരുന്ന ഒരു ബാച്ചാണ്. സോ അന്ന് നമുക്ക് വിജയിച്ചിരുന്നെങ്കിൽ അണ്ടർ 17 വേൾഡ് കപ്പിൻ്റെ യോഗ്യത വരെ നേടിയെടുക്കാമായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. കഴിഞ്ഞ ബാച്ചിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. പക്ഷേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. കാരണം ഒരു മരണ ഗ്രൂപ്പായിരുന്നു. ജപ്പാനെതിരെയുള്ള 8-4 മാച്ചൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. എന്താണെങ്കിലും ഇന്ത്യക്ക് ഒരു പ്രതീക്ഷയുള്ള ഒരു ഏജ് കാറ്റഗറി തന്നെയാണ് ഇത് എന്നുള്ളതാണ്. പക്ഷേ ഇതുവരെ അങ്ങനെ വലിയൊരു അപ്ഡേറ്റ് കാര്യങ്ങൾ ഒന്നും ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തതോ അല്ലെങ്കിൽ മാച്ചസ് കളിക്കുന്നതായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഒരേ ഒരു കാര്യം അറിയാവുന്നത് ഇഷ്ഫാഖ് അഹമ്മദ് ആണ് ഹെഡ് കോച്ചായിട്ടുണ്ടാവുക. പിന്നെ ഇടയ്ക്കൊരു വാർത്ത വന്നിരുന്നു, ഇപ്പം ബെർണാഡ് മാർട്ടിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അസിസ്റ്റന്റ് കോച്ച് ഉണ്ടല്ലോ, അദ്ദേഹവും ഈ ഒരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യും എന്നുള്ളതൊക്കെ. എന്താണെങ്കിലും നമുക്ക് താരതമ്യം ചെയ്യുന്ന ഒരു സമയത്ത് ഈ ഒരു ഓരോ ടീമുകളുടെയും ടീം എങ്ങനെ ശക്തമാണ് എന്നുള്ള നിലയ്ക്കല്ല, അവരുടെ സമീപകാലത്തെ പെർഫോമൻസസ്, അതായത് ലാസ്റ്റ് ബാച്ചസ് ഒക്കെ എങ്ങനെ പെർഫോം ചെയ്തു എന്നുള്ള നോക്കിയുള്ള വിലയിരുത്തലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊരു എക്സാക്റ്റ് ആയിട്ടുള്ളൊരു ടീമിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അവരുടെ ഒരു ഫെഡറേഷനൊക്കെ എങ്ങനെ ഈ ഒരു ബാച്ചസിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ പോർട്ട് 1 നിന്ന് കിട്ടിയിട്ടുള്ള തായ്ലൻഡാണ്. തായ്ലൻഡിൽ വെച്ച് തന്നെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. അത് തീർച്ചയായിട്ടും അവർക്കൊരു ആനുകൂല്യം തന്നെയാണ്. തായ്ലൻഡ് ആസിയാൻ റീജിയനിൽ നിന്നാണ് വരുന്നത്. അവരിപ്പം കഴിഞ്ഞ 6 വർഷങ്ങളിൽ ആസിയാൻ റീജിയനിലെ അണ്ടർ 16 അല്ലെങ്കിൽ അണ്ടർ 17 ടൂർണമെൻറ്റ്സിൽ ഒരു വട്ടം ചാമ്പ്യൻസ് ആകാനും 3 വട്ടം ഫൈനലിസ്റ്റ് ആകാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം ആലോചിക്കണം, വിയറ്റ്നാം, അതുപോലെ ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, കംബോഡിയൊക്കെ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ, സിംഗപ്പൂരൊക്കെ പോലെയുള്ള രാജ്യങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നൊരു മേഖലയാണ് ഇത് എന്നുള്ളത് ആലോചിക്കണം. അതുമാത്രമല്ല AFC മേഖലയിലോട്ട് വരുന്നൊരു സമയത്ത് അവർ ഒരു വട്ടം ചാമ്പ്യൻസ് ആയിട്ടുണ്ട് 98-ൽ, 96-ൽ റണ്ണേഴ്സപ്പും ആയിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല 2012 മുതൽ അവർ റെഗുലറായിട്ട് ഈ ഒരു ടൂർണമെൻറ്റിൽ കളിക്കുന്നുണ്ട്. 2023-ൽ, അതായത് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ഒരു ടൂർണമെൻറ്റിൽ അവർക്ക് ക്വാർട്ടർ ഫൈനൽസിലേക്കും യോഗ്യത നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സോ ഒരു ഈസി ടാസ്ക് ആയിരിക്കില്ല തായ്ലൻഡിനെതിരെയുള്ളൊരു മത്സരം എന്നുള്ളത് ഉറപ്പായിട്ടും വിളിച്ചു തോന്നുന്നു. അവരുടെ അണ്ടർ 17 ബാച്ച് റെഗുലറായിട്ട് കളിക്കുകയും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ടീമുകളാണ് എന്നുള്ളതാണ്. അടുത്തത് ബ്രൂണയാണ്. ബ്രൂണെ ഈ പറഞ്ഞ പോലെ AFF റീജിയൻ, അതായത് ആസിയാൻ റീജിയനിൽ നിന്നുള്ളൊരു രാജ്യമാണ് നമുക്ക് പോർട്ട് 3 നിന്ന് കിട്ടിയിട്ടുള്ളത്. സോ അത്ര വലിയൊരു പ്രശ്നക്കാരല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം അവർ ഇതേവരെ ഈ പറഞ്ഞ പോലെ ഏഷ്യൻ കപ്പ് അണ്ടർ 17 യോഗ്യത നേടാത്തൊരു ടീമാണ്. പക്ഷേ ആസിയാൻ റീജിയനിൽ ഇപ്പോൾ പറഞ്ഞ പോലെ മത്സരങ്ങളൊക്കെ അവർക്ക് വരുന്നുണ്ട് ജൂൺ മാസത്തിലൊക്കെ. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ടീം തുർക്കമെനിസ്ഥാനാണ്. തുർക്കമെനിസ്ഥാൻ ആകപ്പാട് ഒരു വർഷമോ മറ്റോ ആണ് ഈ പറഞ്ഞ AFC അണ്ടർ 17 യോഗ്യത നേടിയിട്ടുള്ളത്. പിന്നീട് അവർ ഒരിക്കൽ പോലും യോഗ്യത നേടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എന്താണേലും ഇന്ത്യയുടെ ഒരു സാധ്യത ചാൻസസ് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് ബ്രൂണയും തുർക്കമെനിസ്ഥാനും നമ്മളുടെ ഒരു ലെഗസി വെച്ച് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തൊക്കെ പോവുകയാണെങ്കിൽ ഈസിലി നമുക്ക് തോൽപ്പിക്കാൻ കഴിയും. തായ്ലൻഡിനെതിരെ ഒരു ഡ്രോ ആണെങ്കിൽ കൂടി നമുക്ക് വലിയ പ്രശ്നമില്ല, നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കാരണം 2 മാച്ച് വിജയിച്ച് 1 മാച്ച് ഡ്രോ ആയാലും 7 പോയിന്റ് കിട്ടും. അപ്പം 10 ഗ്രൂപ്പുകളായിട്ടാണ് മത്സരം നടക്കുന്നത്. 10 ഗ്രൂപ്പ് ചാമ്പ്യൻസിനും 6 സെക്കൻഡ് പ്ലേസ്ഡ് ടീംസിനുമാണ് ചാൻസസ് ഉള്ളത്. അപ്പം 7 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം നമുക്ക് കയറാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. അണ്ടർ 20 ബാച്ചിലേക്ക് വരുന്നൊരു സമയത്ത് നമുക്ക് അത്ര നല്ല കാര്യങ്ങളല്ല ഉള്ളത് അണ്ടർ 17 പോലെ. കാരണം നമ്മൾ 2006-ന് ശേഷം ഇതേവരെ യോഗ്യത നേടിയിട്ടില്ല. ഒരു കാര്യം ആലോചിക്കണം, നമ്മുടെ 2005 ബാച്ചാണ് കളിക്കാൻ പോകുന്നത്. സോ വർഷങ്ങളായിട്ട് നമുക്ക് യോഗ്യത നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതാണെങ്കിലും ഇതിലെ നമുക്ക് പോർട്ട് 3 നിന്നാണ് ഇന്ത്യ വരുന്നത്. പോർട്ട് 1 നിന്ന് ഇറാനെയും, പോർട്ട് 2 നിന്ന് മംഗോളിയയും,
പോട്ട് 4-ൽ നിന്ന് ലാവോസിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇന്ത്യയെ പറ്റി പറയുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ വർഷങ്ങളായിട്ട് നമ്മൾ യോഗ്യത നേടിയിട്ടില്ല എന്നുള്ള ഫാക്ടറുണ്ട്. പക്ഷേ സാഫിൽ നമ്മൾ കഴിഞ്ഞ 3 വർഷം നോക്കിയാലും നമ്മൾ ചാമ്പ്യൻസ് ഒക്കെ ആയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നല്ലൊരു ബാച്ചൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമുക്ക് വേണ്ട വിധത്തിലുള്ളൊരു ക്യാമ്പോ അങ്ങനെ പ്രിപ്പറേഷനൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. പക്ഷേ ഇത്തവണ നമ്മൾ ഈ മാസം തന്നെയൊക്കെയുള്ളൊരു ക്യാമ്പ് ഗോവയിൽ സ്റ്റാർട്ട് ചെയ്യും. കോച്ചസ്, അസിസ്റ്റൻറ്റ് കോച്ചിങ്ങിൻ്റെ കാര്യങ്ങളിലൊക്കെ തീരുമാനമായി എന്നുള്ളതാണ് വാർത്തകൾ. പിന്നെ ഞാനൊരു വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇത്ര ഒരു നല്ല പ്ലേയേഴ്സ് ഇപ്പോൾ RFDയിലൊക്കെ കളിച്ചിട്ടുള്ള ഇതിന് എലിജിബിൾ ആയിട്ടുള്ള നല്ല സെറ്റ് ഓഫ് പ്ലേയേഴ്സൊക്കെ ഉണ്ട് എന്നുള്ളത്. അത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തെടുത്താൽ നമുക്ക് സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. ഇനിയായാലും നമുക്ക് മറ്റു ടീമുകളിലേക്ക് നോക്കാം. ഇറാൻ അണ്ടർ-20 ടീമിനാണ് നമുക്ക് പോട്ട് 1-ൽ നിന്ന് കിട്ടിയത്. ഈ ഒരു AFC അണ്ടർ-20 കാറ്റഗറിയിലെ മോസ്റ്റ് സക്സസ്ഫുൾ ടീംസിൽ ഒന്നാണ് ഇറാൻ എന്നുള്ളതാണ്. 4 വട്ടം അവർ ടൈറ്റിൽസ് സ്വന്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അവർ 2000-ന് ശേഷം അങ്ങനെ ഒരു സെമി ഫൈനൽ സ്റ്റേജ് പോലും കടക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. 2018-ൽ അവർ ക്വാളിഫൈ തന്നെ ആയിട്ടില്ല. 2023-ൽ അവർക്ക് ക്വാർട്ടർ ഫൈനൽസിലൊക്കെ എത്താൻ സാധിച്ചിരുന്നു. എന്താണെങ്കിലും ഒരു ട്രിക്കി ടീമായിരിക്കും. നമുക്ക് നല്ലൊരു കോമ്പറ്റീഷൻ എന്താണെങ്കിലും വിജയിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടീം തന്നെയായിരിക്കും ഇറാൻ്റെ അണ്ടർ-20 സൈഡ് എന്നുള്ളത് അറിയാം. പോട്ട് 2-ൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് മംഗോളിയാണ്. ആക്ച്വലി നമുക്കതൊരു ലക്കാണ്. കാരണം പോട്ട് 2-ൽ സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ പോലെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമുക്ക് മംഗോളിയാണ് കിട്ടിയത് എന്നുള്ളത്. മംഗോളിയ ഇതേവരെ യോഗ്യത നേടിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ വർഷം അവർ സെക്കൻഡ് പ്ലേസിൽ എത്തിയിരുന്നു ക്വാളിഫിക്കേഷൻസിൽ. അവർ മലേഷ്യ ഡ്രോയും ശ്രീലങ്കയ്ക്കെതിരെ വിജയമാണ് സ്വന്തമാക്കിയത്. പക്ഷേ സൗത്ത് കൊറിയയാണ് അവർക്ക് പോട്ട് 1-ൽ നിന്ന് കിട്ടിയത്. അതൊരു വലിയ ഡിഫീറ്റ്, 7-0 മറ്റു ഡിഫീറ്റ് ആകേണ്ടി വന്നു. അങ്ങനെയാണ് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കാതെ പോയത്. എന്താണെങ്കിലും ഇന്ത്യക്ക് മാനേജബിൾ ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് പോട്ട് 2-ൽ നിന്ന് കിട്ടിയിട്ടുള്ള മംഗോളിയ എന്ന് പറയുന്നത്. പോട്ട് 4-ൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ലാവോസ് ആണ്. ലാവോസ് അവിടെ വെച്ചിട്ടാണ് അവർക്ക് ആ ഒരു ഈ നമ്മൾ ക്വാളിഫിക്കേഷൻ നടക്കുന്നതെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണുള്ളത്. അതർവൈസ് അവർക്ക് ഈ പറയുന്ന പോലെ ഇതേവരെ ടൂർണമെൻറ്റിൽ യോഗ്യത നേടാത്ത ഒരു ടീമാണ് ലാവോസ്. പറഞ്ഞ പോലെ AFF റീജിയനിൽ നിന്നുള്ള ഒരു ടീമാണ്. നമുക്ക് തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ടീം തന്നെയാണ് ഉള്ളത്. ഇവിടെയും നമ്മൾ ചാൻസസ് നോക്കുന്നൊരു സമയത്ത് 10 ഗ്രൂപ്പുകളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. 10 ഗ്രൂപ്പ് ചാമ്പ്യൻസിനും 6 റണ്ണേഴ്സപ്പിനുമാണ് സാധ്യതയുള്ളത്. ഇതിൽ നമ്മൾ റണ്ണേഴ്സപ്പായിട്ട് സ്പോട്ട് ഉറപ്പിക്കുക എന്നുള്ളതാണ് റിയലിസ്റ്റിക്കലി നമുക്ക് നോക്കാൻ കഴിയുന്നത്. അതിന് നമ്മൾ ലാവോസിനെതിരെയും മംഗോളിയക്കെതിരെയും ഒരു വിജയം, നല്ലൊരു വിജയങ്ങൾ ഗോൾ ഡിഫറൻസിൽ നേടിയെടുക്കുക. ശേഷം ഇറാനെതിരെ ഒരു വലിയ തോൽവി വഴങ്ങാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും നല്ല പ്രിപ്പറേഷനൊക്കെ കിട്ടി നല്ല സെറ്റ് ഓഫ് പ്ലേയേഴ്സൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞാൽ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു യോഗ്യത നേടിയെടുക്കാനുള്ള സാധ്യതകളുണ്ട്. സോ ഈ 2 നമ്മുടെ ഏജ് കാറ്റഗറികളിലെയും ക്വാളിഫിക്കേഷൻസിൻ്റെ ഗ്രൂപ്പ് നമുക്ക് ഒരു വലിയ ടഫ് ഗ്രൂപ്പ് അല്ല എന്നുള്ളതാണ് ഇനിഷ്യലി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുമായിരിക്കും. സനി.